സദ്ദാം ഹുസൈൻ്റെ ഇറാഖി സൈന്യം തകർത്തെറിഞ്ഞ കുവൈത്തിലെ ഫൈലാക്ക ദ്വീപിന് പറയാൻ ഏറെയുണ്ട്. ഇപ്പോൾ ജനവാസം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ ദ്വീപ്. അതേസമയം ഇറാഖി അധിനിവേശത്തിൻ്റെ കറുത്ത പാടുകൾ ഇന്നും ഫൈലാക്ക ദ്വീപിൽ നമുക്ക് കാണാം. ചരിത്രത്തിന്റെയും അധിനിവേശത്തിന്റെയും മുറിപ്പാടുകൾ കാലം ചിലപ്പോഴൊക്കെ പുതുതലമുറകൾക്കായി കരുതി വയ്ക്കാറുണ്ട്. കുവൈറ്റ് സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഫൈലക്ക ദ്വീപ് അത്തരമൊരു കരുതിവെപ്പാണെന്ന് സംശയിച്ചു പോകും ഇവിടെ എത്തുന്ന ഏതൊരാളും. കുവൈറ്റ് നഗരത്തിൽ നിന്ന് ഉദ്ദേശം 20 കിലോമീറ്റർ അകലെ പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറുദ്വീപിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ചരിത്രത്തിന്റെ ചില മുദ്രകൾ മാത്രം. 22 വർഷങ്ങൾക്ക് മുമ്പ് സദ്ദാം ഹുസൈനും സൈന്യവും കുവൈത്ത് ആക്രമിച്ച് കീഴടക്കുന്നതുവരെ ജനവാസമുണ്ടായിരുന്നു എങ്കിലും ഇന്ന് ചരിത്ര കുതുകികളുടെയും വിനോദസഞ്ചാരികളുടെയും സാന്നിധ്യം മാത്രമാണ് ഈ ത്രികോണ ദ്വീപിനെ ജീവസുറ്റതാക്കുന്നത്. ശിലായുഗത്തോളം പഴക്കമുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫൈലക്ക പുരാവസ്തു ഗവേഷകരുടെ ഇഷ്ടതാവളവുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തനതായ ഒരു സംസ്കൃതിയും ജീവിതശൈലിയും കാത്തുസൂക്ഷിച്ച ജനപഥമായിരുന്നു ഫൈലക്കയിലേതെന്ന് ചരിത്രം പറയുന്നു. ദ്വീപിന്റെ ചരിത്രത്തിന് BC 3000-ലെ ദിൽമോൺ യുഗത്തോളം പഴക്കമുണ്ട്. ക്രിസ്തുവിന് 3 നൂറ്റാണ്ട് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യ യാത്രയിൽ ഇടത്താവളമായിരുന്നു ഫൈലക്ക. യവനന്മാർ ഈ ദ്വീപിന് ഗ്രീക്ക് ദേവനായ ഐക്രയുടെ പേര് നൽകി ആദരിച്ചു. യവന സാന്നിധ്യത്തിന്റെ ശേഷിപ്പുകൾ ആരാധനാലയങ്ങളായും വാസ്തുമാതൃകകളായും ഇന്നും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട പൗരാണിക അവശിഷ്ടങ്ങളും നാണയങ്ങളും ഒരു കാലത്ത് പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഫൈലക്ക എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായ ഫൈലക്ക ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശ കാലത്താണ് തകർന്നത്. 2000-ലധികം താമസക്കാരും സ്കൂളുകളും ആരാധനാലയങ്ങളും ജംഇയയുമൊക്കെ ഫൈലക്കയിൽ അധിനിവേശം നടത്തിയ ഇറാഖ് സൈന്യം കുവൈത്ത് മെയിൻലാൻഡിനെ ആക്രമിക്കാനുള്ള സൈനിക താവളമായി ഇവിടം ഉപയോഗിച്ചു. ദ്വീപുവാസികളിൽ നിരവധി പേർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു. അന്ന് ഫൈലക്ക ദ്വീപ് വിട്ടോടിയ ജനങ്ങൾ പിന്നീട് അങ്ങോട്ട് തിരിച്ചു കയറിയില്ല. ഇന്ന് വന്നുപോകുന്ന സഞ്ചാരികൾ മാത്രമാണ് ഈ ദ്വീപിനെ ജീവനുള്ളതാക്കുന്നത്. അഗ്നിക്കിരയാക്കപ്പെട്ട വാഹനങ്ങൾ, വിജനമായ വീഥികൾ, ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ, ആരും പ്രവേശിക്കാനില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫാക്ടറി, ബുള്ളറ്റുകൾ തറച്ച് തുരുതുരെ ഓട്ട വീണ കെട്ടിടങ്ങൾ, മറ്റ് സാംസ്കാരിക കെട്ടിടങ്ങൾ, സുഗതകാല പ്രതാപത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീട്ടുമുറ്റങ്ങളിൽ ഇനിയും ഉണങ്ങാതെ നിൽക്കുന്ന ബോഗൺ വില്ലകൾ, ഒഴിഞ്ഞുകിടക്കുന്ന വലിയ ഒരു പള്ളി, ഇങ്ങനെ പോകുന്നു ദ്വീപിലെ കാഴ്ചകൾ. വെടിയുണ്ടപ്പാടുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരുകളായിരുന്നു പാതി തകർന്ന പല കെട്ടിടങ്ങളുടെയും പ്രത്യേകത. സ്വാർത്ഥതയും യുദ്ധക്കൊതിയും ഒരു ജനതയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതിന്റെ അനുഭവ സാക്ഷ്യമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളോട് ഈ ചുമരുകൾ വിളിച്ചു പറയുന്നത്. അന്ന് ഇറാഖ് സൈന്യം സ്ഥാപിച്ച മൈനുകൾ പലതും അമേരിക്കൻ സേന കണ്ടെടുത്ത് നിർവീര്യമാക്കിയെങ്കിലും പൊട്ടാതെ ശേഷിക്കുന്ന കുഴിബോംബുകൾ ഇനിയുമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്ന് കുവൈത്ത് ഗവൺമെന്റ് ഈ ദ്വീപിനെ ഒരു ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അതിലൊരു പുരാതന മ്യൂസിയവും ഹെറിറ്റേജ് വില്ലേജുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. വൻ മുതൽമുടക്കുള്ള ഫൈലക്ക വികസന പദ്ധതിയുമായി പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുതന്നെ ദ്വീപിനെ വികസിപ്പിക്കാനാണ് സർക്കാർ പദ്ധതി. ലോകത്തെ പ്രധാന പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്ന യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം തേടാനുള്ള മത്സരത്തിൽ ഫൈലക്ക ദ്വീപും ഇത്തവണ മത്സരരംഗത്തുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് 37-ാം സമ്മേളനത്തിലാണ് ഫൈലക്ക ദ്വീപിന് മത്സരിക്കാൻ അവസരം കിട്ടിയത്. കുവൈത്തിൽ നിന്നാദ്യമായിട്ടാണ് ഒരു പ്രദേശം പട്ടികയിൽ ഇടം തേടുന്നതും. അന്ന് കുവൈത്ത് അധിനിവേശത്തിന് ഉത്തരവിട്ട സദ്ദാം ഇന്ന് ചരിത്രമായി. കുവൈത്തിൽ ഇറാഖി സൈന്യം നടത്തിയ ക്രൂരതകൾ ഒരു 100 ആവർത്തി ഇറാഖിലെ തെരുവുകളിൽ ആവർത്തിക്കപ്പെട്ടു. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഭരണാധികാരികൾ ആളുമായുധങ്ങളും സ്വരൂകൂട്ടുകയാണ്. എന്തിനുവേണ്ടി, ആർക്കുവേണ്ടി? തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും നെഞ്ചുകീറുന്ന കാഴ്ചകളും മാത്രമുള്ള ഫൈലക്കയെ പോലെ ഒരു നോവുഭാരം അവശേഷിപ്പിക്കാനോ?